അപ്പൊ ഗൈസ് എല്ലാവർക്കും ഒരു പുതിയ അടിപൊളി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു ഡെലിവറി വ്ളോഗാണ്. അപ്പൊ ഞാൻ ഡ്രൈവിംഗിലാണ്. അപ്പൊ ഒരു ഇൻട്രോ പറയാൻ വിട്ടുപോയി ഇന്ന് രാവിലെ തന്നെ. കാരണം ഇന്ന് നമുക്ക് ഫോർച്യൂണർ ഡെലിവറി ആണ്, അതും കണ്ണൂരിലേക്ക്. അപ്പൊ ഈ ഒരു ഡെലിവറിന്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മളെ പേജിൽ നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിരിക്കും. നമ്മളെ കാണാതെ ഒരുപാട് കസ്റ്റമേഴ്സിന് നമ്മൾ അവരുടെ നാട്ടിൽ കൊണ്ടുപോയിട്ട് വണ്ടി കൊടുക്കണം. അപ്പൊ ഇന്ന് കണ്ണൂരിലെ കസ്റ്റമർക്കാണ് നമ്മൾ വാഹനം കൊടുക്കുന്നത്. കസ്റ്റമർ ഈ ഒരു സമയം വരെയും വണ്ടി കണ്ടിട്ടില്ല. അപ്പൊ നമ്മളതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ വീഡിയോ കണ്ടതിന് ശേഷം നമ്മളെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ ഫുൾ പേയ്മെന്റ്, അതായത് 14 ലക്ഷം രൂപ അടച്ച് 1 ലക്ഷം റുപ്യന്റെ TRD കിറ്റും ചെയ്തതിന് ശേഷം ഇപ്പൊ വണ്ടി നമ്മൾ അവിടേക്ക് കൊണ്ടുപോകണം ഡെലിവറിക്ക്. അപ്പൊ കസ്റ്റമറെ നമ്മൾ ഡെലിവറി പ്ലാൻ ചെയ്തിട്ടുള്ളത് തിക്കൊടി പറഞ്ഞ ബീച്ചിലാണ്. കാരണം ഒരു ബീച്ച് വൈബിൽ നല്ലൊരു അടിപൊളി ഡെലിവറി കൊടുക്കാന്ന് കരുതിയിട്ടാണ്. അപ്പോ നമ്മളെ ഏറ്റവും വലിയൊരു സന്തോഷം അതാണ്. കാരണം നമ്മൾ കാണാത്ത 14 ലക്ഷം ഇത്രയോളം വലിയ എമൗണ്ട് അയച്ച് ആ വണ്ടി ഒന്ന് കണ്ടിട്ട് പോലില്ല. നമ്മൾ പറഞ്ഞ ആ ഒരു വിശ്വാസത്തിലാണ് കസ്റ്റമർ. അപ്പൊ ഇന്ന് ഡെലിവറി സമയത്ത് ആ ഒരു വണ്ടി കാണുള്ളൂ. അതും കസ്റ്റമർ പ്രവാസിയാണ്. അപ്പോൾ മകന് അവിടെ തന്നെയാണ്. മകൻ നമ്മൾ വീഡിയോ അയച്ചു കൊടുത്തിട്ട് ഫാദർ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്ത് അങ്ങനെ ലോണും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ടാണ്. അപ്പൊ കണ്ണൂരിലെ കസ്റ്റമറാണ്. നമ്മൾ കാസർഗോഡ് ഇതേപോലെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ എറണാകുളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ക്യാമറയിലേക്ക് നോക്കാതെ ഞാൻ ഡ്രൈവിങ്ങിലാണ്. അപ്പോൾ ഞാൻ ക്യാമറയിലേക്ക് നോക്കിക്കഴിഞ്ഞാല് നമ്മളെ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഒരു ഇൻട്രോ ഞാൻ രാവിലെ തന്നെ എടുക്കണം എന്ന് കരുതിയതാണ്. പക്ഷെ ആ ഒരു നേരത്തെ അവിടെ എത്തണം, കോഴിക്കോട് എത്തണം. ഞങ്ങൾ നിലമ്പൂരിൽ നിന്നാണ് പോണത് വാഹനം എടുത്തിട്ട്. അപ്പോൾ ഞങ്ങൾ ഒന്ന് ടൈം കാരണം ഇന്നലെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് രാത്രി 12 എത്തിയപ്പോ. അപ്പൊ ഇന്ന് നമ്മുടെ ഇവന്റ് ഡെക്കറേഷന്റെ സാധനങ്ങൾ എല്ലാം സെറ്റ് ആക്കിയിട്ട് ഇവിടുന്ന് ഇറങ്ങിയപ്പോ ഒരു 10 മണി ആയിട്ടുണ്ട്. 10-10:30 ആയിട്ടുണ്ട്. 11 മണിയായി ഇപ്പൊ സമയം. കറക്റ്റ് നിലമ്പൂരിൽ നമ്മൾ പോവാണ്. അപ്പൊ ഏകദേശം ഒരു 3 മണി ലെവലിൽ അവിടെ ഡെലിവറി സ്പോട്ടാണ് സെറ്റ് ആക്കാൻ പ്ലാൻ ചെയ്തിട്ടില്ലേ. അപ്പോ ഞാൻ ഫോർച്യൂണറിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറകില് ഷാജഹാനുണ്ട്, നമ്മുടെ പാർട്ണർ. ബലേനോ നമ്മുടെ വാഹനത്തിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ക്യാമറ നസീഫ് അരീക്കോട് ഉണ്ട്. അപ്പൊ അരീക്കോട് നമ്മൾ നസീഫിനെയും പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ. ഇനി അവിടെ എത്തിയതിന് ശേഷമാണ് നമുക്ക് ആ ഒരു ഡെലിവറിന്റെ കാര്യങ്ങളും അതേപോലെ തന്നെ ആ ഒരു സെറ്റും ഫ്രെയിമും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാൻ. വീഡിയോ നമ്മുടെ പേജിൽ ഷോർട്ട് ആയിട്ടുണ്ടാവും. പിന്നെ യൂട്യൂബിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കാർ കൺസൾട്ടന്റ് ആശിക്ക് അടിച്ചാൽ ആ ഒരു പേജിലുണ്ടാവും. അപ്പൊ ഏറ്റവും വലിയൊരു സന്തോഷമുള്ളൊരു ദിവസം കൂടിയാണ്. കാരണം നമ്മൾ ഇന്നേ വരെ ഒന്ന് നേരിട്ട് പോലും കാണാത്തൊരു കസ്റ്റമർ ഒരു 14 ലക്ഷം രൂപയോളം നമുക്ക് അയച്ചു തന്നിട്ട് ആ വാഹനം പോലും കാണാതെ. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നാട്ടിലൊക്കെ ഒരു വാഹനം ഇപ്പൊ ഒരു ചെറിയ ബൈക്ക് എടുക്കാനെ വരെ കാണാതെ പൈസ അയച്ചു കൊടുക്കാൻ ആളുകൾക്കും പേടിയാണ്. ഇപ്പൊ ഞാനൊരു പ്രൊഡക്റ്റ് ഹെയർ ഓയിലിന്റെ പ്രൊഡക്റ്റ് ഇറക്കുന്നുണ്ട്. അതിൽ തന്നെ 599 രൂപയുള്ള അതിന്റെ വില. അതിൽ തന്നെ ചില ആളുകൾ ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ, അല്ലെങ്കിൽ സാധനം കണ്ടിട്ട് വാങ്ങിയാൽ മതിയോ, സാധനം എത്തിയിട്ട്. അവർ 500 രൂപ മുടക്കം വരെ ആൾക്കാർ അങ്ങനെ നോക്കുന്ന ഒരു കാലത്താണ് നമുക്ക് ഇത്ര ലക്ഷങ്ങളുടെ വാഹനങ്ങൾ. ഒരുപാട് ആളുകൾ നമുക്ക് എക്സ്പീരിയൻസിൽ നമ്മളിപ്പോ കൊടുത്ത വാഹനങ്ങളിൽ ഒരു 90% നമ്മളെ കാണാതെ വീഡിയോ കണ്ട് ടോക്കൺ അയച്ച ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഡെലിവറി നടന്നിട്ടുള്ളത്. അതും പ്രവാസികളാണ് അതിൽ കൂടുതൽ. പിന്നെ നമ്മളെ അതായത് നമ്മളെ നോർത്തും ആ ഒരു സൈഡിൽ നിന്നൊക്കെ ആളുകൾ കൂടുതലായിട്ട് നമ്മളെ വീഡിയോസ് കണ്ടിട്ട് അയക്കാറുണ്ട്. ഇപ്പൊ എറണാകുളം ആണെങ്കിലും അതേപോലെ തന്നെ തിരുവനന്തപുരം ആണെങ്കിലും കാസർഗോഡ് ആണെങ്കിലും കണ്ണൂരാണെങ്കിലും ആ സൈഡിലെ ആളുകൾക്കൊക്കെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മളോട് കാര്യങ്ങൾ സംസാരിക്കും, ബാക്കി A-Z കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. ആ ഒരു വിശ്വാസത്തിൽ അവർ ടോക്കണും കാര്യങ്ങളായിരിക്കും. വരാൻ പറ്റുന്നവരാണെങ്കിൽ മാക്സിമം ഫാമിലി ആയിട്ട് നമ്മളെ ഓഫീസിലേക്ക് വരും. അല്ലാത്തവർക്കാണെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് ഡെലിവറി കൊടുക്കും. ഇനി അവിടെ പോയിട്ട് ഡെലിവറി കൊടുക്കാത്ത കേസ് ആണെങ്കിൽ ഇതേപോലെ നമ്മൾ നല്ലൊരു ലൊക്കേഷൻ സെറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് കൊടുക്കും. അപ്പോൾ കസ്റ്റമർ നമ്മളെ ലൊക്കേഷനിക്ക് വരാറിഞ്ഞിരുന്നു കേട്ടോ. കസ്റ്റമറെ അത്രയും നമുക്ക് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു നമുക്ക് ഒന്നുകൂടി 2 കൂട്ടർക്കും ബെറ്റർ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കാലിക്കട്ട് പറഞ്ഞത്. കാരണം ഈ ഒരു കണ്ണൂരിൽ നിന്ന് അവർക്ക് എത്താനാണെങ്കിൽ കാലിക്കട്ട് ഒന്നുകൂടി കംഫർട്ടാണ്. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടും ചെല്ലുകയാണെങ്കിൽ 2.5 മണിക്കൂർ യാത്രയായിരിക്കും. അപ്പൊ നമ്മുടെ അവിടെ ഒരു ബീച്ച് സൈഡിൽ നമ്മൾ പറഞ്ഞു നല്ലൊരു ബീച്ച് വ്യൂവിൽ നമുക്കൊരു ഡെലിവറി സെറ്റ് ആകാം. അപ്പൊ കസ്റ്റമർ ഹാപ്പിയാണ്. പിന്നെ ബാക്കി നമുക്ക് അവിടെ എത്തി കഴിഞ്ഞിട്ട് അതിനനുസരിച്ചിട്ട് സെറ്റ് ആകണം. എന്തായാലും ഒരു വണ്ടിപ്പാച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഡെലിവറിക്ക് എല്ലാം പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. എന്തായാലും അതിന്റെ അൾട്ടിമേറ്റ് കസ്റ്റമർ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു സന്തോഷമാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് നമുക്ക് തീർച്ചയായിട്ടും മുന്നോട്ടുണ്ടാവണം. നമ്മളെ മാക്സിമം നമ്മളെ ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞാല് ഇങ്ങനെ ആളുകളെ നമുക്ക് പേയ്മെന്റ് അയച്ച് നമ്മളൊക്കെ ഇങ്ങനെ എടുക്കുന്നതിൽ 2 കാര്യമുണ്ട്. ഒന്ന് പറഞ്ഞാല് നമ്മൾ യാർഡോ അല്ലെങ്കിൽ നമ്മൾ വാഹനം നമ്മൾ പേയ്മെന്റ് കൊടുത്ത് വാങ്ങിയിട്ട വാഹനങ്ങളോ അല്ല. അപ്പൊ നമ്മുടെ അടുത്ത് ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാല് നമുക്ക് ഏതെങ്കിലും വണ്ടി ആ കസ്റ്റമറെ പിടിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മളെ കയ്യില്, അതായത് നമുക്ക് ഓൾ കേരള ഒരുപാട് ക്ലയന്റുകൾ അവരുടെ നല്ല വാഹനങ്ങൾ വിൽക്കാൻ നമ്മളെ ഏൽപ്പിക്കാറുണ്ട്. അപ്പൊ ഒരു കസ്റ്റമർ ഇപ്പൊ ഒരു വാഹനം നമ്മളോട് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ക്ലയന്റുകളുടെ വാഹനങ്ങളൊക്കെ നമ്മൾ നോക്കുക. അതിൽ നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ കസ്റ്റമർക്ക് റെക്കമെൻഡ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ അതിന്റെ ഒരു ബെനിഫിറ്റ് പറഞ്ഞാൽ ഞങ്ങൾക്ക് കസ്റ്റമറെ പിടിപ്പിക്കേണ്ട ആവശ്യമില്ല.
ഞങ്ങൾക്ക് കസ്റ്റമർ ആവശ്യപ്പെട്ട ക്വാളിറ്റിയിലുള്ള നല്ല വാഹനം തന്നെ ഞങ്ങൾക്ക് ചൂസ് ചെയ്ത് കൊടുക്കാൻ കഴിയും. കാരണം ഞങ്ങൾക്ക് സർവീസാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആ സർവീസ് ചാർജ് ഞങ്ങൾക്ക് 2 കൂട്ടരും തരും. അപ്പോൾ ഞങ്ങൾക്ക് ഏത് വണ്ടിയാണെങ്കിലും ഞങ്ങൾക്ക് കസ്റ്റമർക്ക് നല്ല വണ്ടി കൊടുത്താൽ മതി. കാരണം ഞങ്ങൾ യാർഡിൽ ഞങ്ങൾ പൈസ മുടക്കി വാങ്ങിയ വാഹനങ്ങളൊന്നല്ല ഞങ്ങൾ വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വാങ്ങാൻ വരുന്ന കസ്റ്റമർക്കും ഒരു ടെൻഷനും അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ പാർട്ടികളുടെ വാഹനം അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി നമ്മളെ കോൺടാക്ട് ചെയ്യണത്. അപ്പോൾ അത് ഇത്രയും കാലം പടച്ചവൻ സഹായിച്ച് നമ്മളെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അതിലേറെ ഉഷാറായിട്ട് ബെറ്റർ ആയിട്ട് തന്നെ 2025 നമ്മൾ മുന്നോട്ട് പോകണം തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ പേജൊക്കെ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോനെ കുറിച്ച് നിങ്ങളെ കമന്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തുള്ളൂ. ഞാൻ ക്യാമറയ്ക്ക് നോക്കാത്തത് ഞാൻ പറഞ്ഞില്ല, ഡ്രൈവ് ചെയ്യാണ്. അപ്പോൾ അതായത് ഞാൻ ബാക്കി വിഷ്വൽസ് ഒക്കെ കാണിച്ചത്. ഒരു മണിക്കൂർ പട്ടി പോസ്റ്റ് ആക്കിയതിന് ശേഷം നസീഫ് എത്തിയിട്ടുണ്ട്. ഒറ്റക്ക് വെള്ളം നടക്കുക തന്നെയാണ് ഇവന്റെ പരിപാടി. ഏത് വ്ളോഗിലും ശ്രദ്ധിച്ചറിയാം, തിന്നുക. അപ്പൊ ഇന്ന് ഫുഡ് വ്ളോഗ് തുടങ്ങുന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ എന്തൊക്കെയാണാവോ ഇതാണ് ബൈക്ക് കൂടെ തന്നെ ഒരു കുട്ടികളെ എന്താ 10-35 വയസ്സായി, കെട്ടിച്ചാത്തതിന്റെ കുഴപ്പമാണ്. അതാണ് പ്രശ്നങ്ങൾ. അതൊക്കെ തിന്നിരിക്കാണ്. തള്ളേ അരീക്കോട് മാമതേല് പുതുതായി വന്നൊരു ഐറ്റമാണ്. അതെ എനിക്കും വെച്ചോട്ടോ, ഒറ്റക്ക് തിന്നല്ലേ. ഞാൻ തിന്നിട്ട് അഭിപ്രായം പറയും. ഇജ എന്താ എനിക്കുവാണേ ഇജ എന്താ ഒറ്റക്ക് തിന്നണേ. അതൊരു ഒരു പീസിന്റെ ഒറ്റക്ക് തിന്നണ. അയൽവാസി പട്ടിണി കിടക്കുമ്പോ ഒറ്റക്ക് തിന്നണ. ഇങ്ങനെ കുട്ടികളെ നോക്കുക തന്നെ പരിപാടി. ഞാൻ പള്ളർച്ചിട്ടൊന്നുമില്ല കേട്ടോ. എന്താ പാടം നോക്കട്ടെ, ടേസ്റ്റ് ഉണ്ടെങ്കിലേ ഞാൻ റിവ്യൂ അറിയുള്ളൂ. ഒരു തിന്നണോക്ക് ഒറ്റക്ക് തിന്നു. അമ്പലം എന്താ പാട്? തിന്നാനും കൂടി തുടങ്ങിയില്ല, അപ്പേക്കും റിവ്യൂ. ഇതാണ് ഇവന്റെ ഒക്കെ റിവ്യൂ. അങ്ങനെ നമ്മള് ഡെലിവറിക്ക് കൊയിലാണ്ടി തിക്കൊടി ആ ഒരു നമ്മള് ബീച്ചിക്ക് പോവാണ്. അപ്പോൾ റെയിൽവേന്റെ അവിടെയാണ്. ഓ ഗൈസ്, എത്ര 100 കിലോമീറ്റർ നമ്മള് നിലമ്പൂരിന്ന് ട്രെയിന് പോണുണ്ടോ. നമ്മളെ ഡെലിവറി സ്പോട്ട്. നസീഫ് വീഡിയോ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. ഷാജാന ഫോർച്യൂണർ കറക്കലും തിരിച്ചിലേക്ക് ഫുള്ള് പരിപാടിയിലാണ്. നമുക്ക് ഒരു ബീച്ചിൽ വണ്ടി ഇറക്കണേ ഡ്രൈവിംഗ് ബീച്ചിലേ പറ്റുള്ളൂ. കുരുങ്കാറ്റ നമ്മളെ ഫോർച്യൂണർ ഡെലിവറി ആണ്. അപ്പോൾ കണ്ണൂരിൽ നിന്നാണ്. നമ്മളെ വീഡിയോ കണ്ടിട്ട് കസ്റ്റമർ വാഹനം പോലും കണ്ടിട്ടില്ലായിരുന്നു. ഏകദേശം ഫുൾ എമൗണ്ട് പേ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ അവരുടെ നാട്ടിലെത്തിയിട്ട് വണ്ടി ഡെലിവറിക്ക് വന്നതാണ്. അപ്പോൾ നമുക്ക് കസ്റ്റമർ അടുത്ത് റിവ്യൂ വയ്ക്കാം. എവിടുന്ന വന്നിട്ട് മൈക്ക കണ്ണൂർ അല്ലേ? കണ്ണൂർ. പേരെന്തേനു? അനസ്. അനസിന്റെ ഉമ്മ പേര് അനസിന്റെ കസിന് ഇയാസ്. നിങ്ങള് നിസാം. അപ്പൊ അനസിന്റെ ഫാദറായിരുന്നു ഗൾഫിൽ നിന്ന് നമ്മളെ വീഡിയോ കണ്ടിട്ട് കോൺടാക്ട് ചെയ്ത്. ഫാദർ അവിടുന്ന് ഫുൾ എമൗണ്ട് അയച്ചാൽ നമ്മൾ ബാക്കി ലോണും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയതിനു ശേഷം വണ്ടി ഇപ്പോഴും കണ്ടിട്ടില്ലല്ലോ. ഇന്ന് ഡെലിവറിന്റെ സമയമല്ലേ. അത് നമ്മൾ വാഹനം ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു ഇവരെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ നമ്മുടെ അടുത്തേക്ക് എങ്ങനെ എത്തിയ കാര്യങ്ങളൊക്കെ ചോദിച്ചുതരാം. അപ്പൊ നമുക്ക് ഡെലിവറി നോക്കിയാലോ. ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്. ഡെലിവറി കഴിഞ്ഞ് ഇപ്പം അതിൻ്റെ കേക്ക് എല്ലാവർക്കും കൊടുത്തു. ഇപ്പോൾ ബീച്ചിൽ വളരെ നസീഫ്. അപ്പം എങ്ങനെയുണ്ട് ബീച്ച് ഡെലിവറി? ഇനി ഡെലിവറി വീഡിയോ നസീഫിൻ്റെ അടിച്ചിരിക്കണം. അത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ
രേഖപ്പെടുത്തണം. വെള്ളം വേണ്ടി ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവരുടെ നാട്ടിലാണ്. അപ്പൊ നമ്മളെ കാണാതെ ഗൾഫിൽ നിന്ന് ടോക്കൺ അയച്ചിട്ട് HZ കാര്യങ്ങൾ ഇന്ന് ഡെലിവറി സമയത്ത് ആ വാഹനം കാണുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ എക്സ്പീരിയൻസ്? നമ്മള് വളരെ ഹാപ്പിയാണ്. കാരണം ഇത്രയും ലക്ഷത്തിന്റെ ഒരു മുതലാണ് ആളെ കാണാതെ കാണുകയും കൂടെ ചെയ്തിട്ടില്ല വണ്ടി. നമ്മള് ഫാദർ ഗൾഫിലാണ്. അപ്പം അവരിങ്ങനെ നിങ്ങളെ മുഖേന പറഞ്ഞു. അപ്പൊ എന്നെ വിളിച്ച് പറയണ്ടേ. അപ്പൊ നമ്മള് വണ്ടി കാണുകയോ പിടിക്കുകയോ ഒന്നും ചെയ്തു. നിങ്ങളെ ട്രസ്റ്റ് ചെയ്തിട്ട് നമ്മളെ ഡീലിങ്സും കാര്യങ്ങളും നമ്മൾ പറഞ്ഞ പോലൊക്കെ ചെയ്യണ്ടോ? എല്ലാം ഓക്കെയാണ്. നമ്മള് ഹാപ്പിയാണ്. നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ? കറക്റ്റ് കാര്യങ്ങള് നമ്മളെ റീൽസ് നമ്മള് നിങ്ങളുടെ കാണലുണ്ട്. അതിലൂടെ കണ്ടിട്ടാണ് അതുപോലെ തന്നെ ഞങ്ങൾ അപ്ഡേറ്റും കാര്യങ്ങളും കറക്റ്റ് പക്കേജ് ചെയ്തില്ല. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ആയിക്കോട്ടെ. ഞങ്ങൾ ഗ്രൂപ്പ് നസീബിന്റെ കാലാവിരുദ്ധാണ് നമ്മൾ കാണുന്നത്. നസീബ് റണ്ണിങ് ഷോട്ട് അങ്ങനെ ഈ വീഡിയോന്റെ പിന്നിൽ ഓരോ എന്താ പറയാ റിസ്ക് വർക്കുകളാണ് നിങ്ങൾ കാണുന്നത്. റിസ്ക് ഷോട്ട്. ഫോർച്യൂണർ ബാക്കിൽ വരുന്നു, നസീബ് ഡിക്കിയിൽ ഇരിക്കുന്നു, കടൽ തീരെ അപ്പുറത്ത്. ആരെ കൈസ് ഇങ്ങനൊക്കെ ഡെലിവറി എടുക്കുക? ഇമാരി ഡെലിവറിയാണ് ഞങ്ങൾ പേജ് തന്നെ ഫോളോ ചെയ്യുക. നസീബിന്റെ സ്കിൽ സെറ്റുകൾ ഞാൻ കാണിച്ചത്. ബീച്ച് വൈബ് വേറെ തന്നെ അല്ലേ ചേച്ചനെ? TRD കിറ്റ് 1 ലക്ഷം റുപ്യ ചെയ്ത ഫോർച്യൂണറാണ് വരുന്നത്. അത് നമ്മളേക്ക് എടുക്കുമ്പോ സാധാ ഇതായിരുന്നു. ഇപ്പൊ ഫുൾ കിറ്റ് ചെയ്ത് സാധനം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഷാജാൻ ഭായ് ഇതേതാ വട്ടം ചുറ്റാൻ പോണേ നമ്മളെ ബലിനോ. നീ വട്ടം ചുറ്റൽ ഷോട്ട് ആഫ്റ്റർ എഫക്ട് ഇത് മൊത്തം ഇതൊക്കെയാണ് ഗൈസ് ബീച്ച് ഡെലിവറിയുടെ സുന്ദരമായ വശങ്ങളെ നമ്മൾ കാണാറുള്ളൂ. അതിന് പിന്നെ ബീച്ച് എങ്ങനെയുണ്ട് സംഭവം? അത് വെച്ചാടെ വള്ളമായിട്ട് 200 റുപ്യ എടുത്ത് 40 റുപ്യ അവിടെ 160 റുപ്യ മറന്നച്ച ആളാണ്. എത്ര വയസ്സാ എനിക്ക്? നല്ല മറവിണ്ട്. കാക്ക ഇങ്ങനെ നോക്കണ്ട് കണ്ടിക്ക് എന്ത് 40 റുപ്യന്റെ വള്ളമായിട്ട് 160 ടിപ്പ് കൊടുത്ത മാനല്ലേ നിക്കണ്. എന്റെ പർച്ചേസ് ചെയ്ത സാധനം കാണിച്ചാ വെറുതെ മിറർ സെൽഫി എടുക്കാൻ കയറി സ്റ്റുഡിയോയില്. ഇതന്നെ എന്റെ പരിപാടി. മിറർ സെൽഫി. ഫൈനലി നമ്മൾ ഗ്രില്ലെക്സിൽ എത്തിയിട്ടുണ്ട്. വീണ്ടും കാണാം ഈ വ്ളോഗിന്റെ എൻഡിങ്. ഏത് വൈബ്? ഫുഡ് വൈബ്. അവിടെ നല്ലതാണ് ഇപ്പം പറയണ്ട്. എടുത്ത ബ്ലാക്ക് പെപ്പർ അല്ലേ ഷാജാനെ? അനക്കെന്തൊരു സന്തോഷമില്ലാത്ത? എനിക്ക് ബ്ലാക്ക് പെപ്പർ ഇഷ്ടമാണ്. ഫുഡ് എത്തിയപ്പോ കണ്ടോ ഇവലൊക്കെ സ്വഭാവം മാറി. ഷാജാനൊക്കെ നിക്കണില്ല. ഷാജാൻ എന്താ എന്താണ് സാധനം? പെപ്പർ ബ്ലാക്ക്